Hello friends, good morning and welcome to second day of Poland series. And ഞാൻ ഇപ്പം പുറത്തേക്ക് പോവാണ്. ആൻഡ് എൻ്റെ ഈ ചെറിയ റൂമിലെ ആ കുട്ടി പോയി, അവൾ കൊളംബിയന്നായിരുന്നു, സൗത്ത് അമേരിക്കയിൽ നിന്ന്. ആൻഡ് ഞാൻ ഇപ്പം പുറത്തേക്ക് പോകുന്നു, ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പം പുതിയ ആൾ വരുമെന്ന് പറഞ്ഞു, അറിയത്തില്ല. എനിവേ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് അവള്. ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലെത്തി, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റി എത്തി. എൻ്റെ പനിക്ക് ഒരു കുറവുമില്ല. ഇപ്പം ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടുണ്ട്. അടുത്ത വിറ്റ് നമ്മുടെ ക്ലാസ് ഇവിടെ അല്ലായിരുന്നു, ലൈബ്രറിയിലല്ല. ഇന്നലെ ലൈബ്രറിയിലായിരുന്നു. ഇന്ന് ക്രിസ്റ്റൽ ഹാൾ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്താണ്. എൻ്റെ അത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇപ്പം ഞാനത് കണ്ടുപിടിച്ചുകൊണ്ടുണ്ട്. ഏത് കാലത്ത് എത്തും ദൈവത്തിന് അറിയാം. ഞാനിപ്പോൾ ഉള്ളത് വാർസവ് യൂണിവേഴ്സിറ്റിയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല എവിടെയോ എന്തെന്ന്. എനിക്ക് തോന്നുന്നു ഡേയ്സ് വേണം ഇതൊന്നും മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാസങ്ങൾ വേണ്ടി വരുമായിരിക്കും. പക്ഷേ എന്താണെന്ന് ഞാൻ ഇപ്പം നോക്കട്ടെ, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. എന്തൊരു ഭംഗിയാ നോക്കിയല്ലേ, നല്ല മരങ്ങളും, അടിപൊളി. ഗായ്സ്, അവസാനം ഇതാന്ന് തോന്നുന്നു ഞാൻ കണ്ടുപിടിച്ച് കയറാൻ പോവാണ്. നമ്മുടെ കോൺഫറൻസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ് പുറത്തേക്ക്. അവർ ഓൾറെഡി ഫോട്ടോ എടുത്തു ഗൈസ്. ഞങ്ങളെ കുറെ പേരെ ഫോട്ടോ എടുത്തില്ല. ഞങ്ങൾ ഇവിടെ ഫുഡ് നോക്കി. ഞാനിതാണ് എടുത്തത്. ഞങ്ങളുടെ കോൺഫറൻസ് കഴിഞ്ഞ് ഫുഡും കഴിച്ചു. ഇനി നമുക്കൊരു ക്യാമ്പസ് ടൂർ ഉണ്ട്. അപ്പം അതിനു വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ ഇവിടുത്തെ ലൈബ്രറി ആയിരുന്നു കണ്ടത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങും. ഇതെല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസ് ആണ്. കണ്ടില്ലേ, കാടും മലയും പുഴയൊക്കെ, അടിപൊളി.
Yeah. Foto. ഇവിടെ ഓരോരുത്തൻ ഫോട്ടോയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. അവിടെ ഉണ്ട്. അവിടെ അവിടെ കാണുന്നില്ല. ഇതെല്ലാം ഈ ക്യാമ്പസിനുള്ളിലാണ്. ഞങ്ങളെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടുണ്ട് ഗൈസ്. എന്തൊരു ഭംഗി ഇവിടെ കാണാൻ നോക്കിയേ. ഈ ഒരു കാട്ടിലെ ഈ ചെറിയ വഴി കൂടെ, ഇത് ക്യാമ്പസിനുള്ളിലാണ്, അല്ലാതെ വേറെ ഫോറസ്റ്റും അല്ല. ഇതിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൊള്ളാം. ഇങ്ങനെ പോയ കുറച്ച് ദിവസം കൊണ്ട് എന്റെ പനി ഫുള്ളായിട്ട് മാറുന്നു തോന്നുന്നുണ്ട്. കാരണം ഞാൻ എനർജറ്റിക് ആയി വന്നോണ്ടുണ്ട് ഇപ്പൊ. ഇത് ഈ യൂണിവേഴ്സിറ്റിന്റെ പഴയ ക്യാമ്പസ് ആണ്. ഇതിന്റെ പുതിയ ക്യാമ്പസിലാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിന് ഭയങ്കര വലുതാണ്. നമ്മളിപ്പോ ശരിക്കും ഈ ചെറിയ ഈ ഓൾഡ് ക്യാമ്പസ് മാത്രമേ ചുറ്റി കാണുന്നുള്ളൂ. ആൻഡ് ഇത് എഞ്ചിനീയറിംഗിന്റെ ബിൽഡിങ്സ് ആണ് ഗായ്സ്. ഇത് യൂണിവേഴ്സിറ്റിന്റെ ഹണികോമ്പും പിന്നെ നമ്മുടെ തേൻ ഉൽപാദനവും അവർ അതിനെ പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന സെന്റർ ആണ്. ദൂരം തേന്റെ പെട്ടിയാ നോക്ക്, അടിപൊളി. വാവ്. ആൻഡ് ഇപ്പൊ നമ്മൾ പിന്നെ മുന്നോട്ട് നടക്കുവാണ്. ഇവിടൊക്കെ ഹണീന്റെ തന്നെ പ്ലേസ് ആണ്. ആൻഡ് ഇവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് പോലെയുണ്ട്. നമ്മുടെ ക്യാമ്പസ് ടൂർ കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ട്. പിന്നെയാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങോട്ട് നടക്കുവാണ്. നമ്മുടെ കോൺഫറൻസ് അല്ല, നമ്മുടെ ക്ലാസ്സിൽ പ്രസന്റേഷൻസ് നടക്കുന്നതിന് ഇവിടെയാണ്, ഇതിന്റെ ഉള്ളില്. Road transport has a very high developed, but it's a more complex topic and it needs more. On these islands for an upcoming season, they might look very beautiful and You can intercept. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടിയുണ്ട്. സോ അതിനു വേണ്ടി റെഡി ആവണം. ഞാൻ എന്റെ റൂമിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.